ഹായ് ഓൾ, ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു ഡെക്കറേഷനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു ഹാഫ് ബർത്ത്ഡേൻ്റെ കേക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് 2-3 ഓർഡറൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ 1 kgയിലുള്ള ഹാഫ് ബർത്ത്ഡേ കേക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹാഫ് ബർത്ത്ഡേ കേക്ക് 1 kg കറക്റ്റ് വെയിറ്റ് ഒന്നും കിട്ടൂല കേട്ടോ, കുറച്ച് കുറയും. ഇതിന് 5 ലെയേഴ്സാണ് കേട്ടോ ഈ ഒരു കേക്കിന് കൊടുത്തിട്ടുള്ളത്. 4 ലെയേഴ്സാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം. എന്നാലും ഞാനിത് 5 ലെയേഴ്സ് കൊടുത്തു. കാരണം 1 kg ആണ് അവർ വെയിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കൊടുക്കണേ നമുക്ക് അതൊരു അത്യാവശ്യം വെയിറ്റ് തോന്നിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. പിന്നെ അതിനനുസരിച്ചിട്ട് നമ്മൾ സേഫായിട്ടും വേണം ഇതിനകത്ത് സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ടോട്ടൽ ഞാനൊരു 5 സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഈ കേക്കിനകത്തെ. അപ്പോൾ ഇവരൊരു ലൈറ്റ്, അതായത് റോയൽ ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒരു ആ ഒരു എന്താ പറയുക കളർ പാറ്റേണിലാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് തന്നെ ഡിസൈനും എല്ലാം കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്, ഓവർ ഫോണ്ടൻ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മോർണിംഗിലാണ് കേട്ടോ അതിൻ്റെ ഡെലിവറി വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ കേക്ക് ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കേക്കിൻ്റെ ഫോട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യണം. കേക്കിൻ്റെ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഹാഫ് ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാർ ഫിഷിൻ്റെ ഒരു 2-3 മോൾഡ്, മറ്റേ സിലിക്കൺ മോൾഡിൽ ചെയ്തിട്ടുള്ള കേട്ടോ 2-3 വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയിം കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എന്താ പറയുക റോയൽ ബ്ലൂ കിട്ടാൻ വേണ്ടിയിട്ട്, ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് റോയൽ ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക് കൂടി ആഡ് ചെയ്തപ്പോഴായിട്ട് നല്ല ഡാർക്ക് കളർ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡും പിന്നെ ഒരു എന്താ പറയുക ഓഷ്യൻ തീമിലാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായത്. അതിൻ്റെ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ കംപ്ലീറ്റ് ആയി ഫോട്ടോ എടുത്തു, അത് ഡെലിവറിക്ക് അയച്ചു. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് കൊടുക്കാനായിട്ടുള്ള കേക്കുകൾ സ്പഞ്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ബേക്ക് ആക്കണേ. അപ്പോൾ പിറ്റേ ദിവസം, അതായത് നമുക്ക് അന്നത്തെ ദിവസം അല്ല പിറ്റേ ദിവസം കുറച്ച് കേക്ക് ഓർഡർ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അന്നത്തെ ദിവസം ഈവനിങ്ങിൽ കൊടുക്കാനായിട്ടും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ള 2 വർക്കാണ് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്ട്രോബെറി കേക്കാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നൈറ്റ് ആകുമ്പോഴേക്കും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കട്ടോ. ഇതിൻ്റെ ഷോർട്സും റീൽസെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ട് കേക്ക് ചെയ്യണതിൻ്റെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഇപ്പോൾ സീസൺ ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ഫ്ലേവർ കേക്ക് ഓർഡർ വരാറുണ്ട് കേട്ടോ. സീസൺ ടൈമിൽ വരുന്ന കുറച്ച് കേക്കുകൾ ഉണ്ടാവില്ലേ, അതിൽ വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്ട്രോബെറി ഞാൻ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പഞ്ചസ് എല്ലാം ഓരോന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസം ചെയ്തിട്ടുള്ള ഒരു സ്പഞ്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതും ഞാനിവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചെയ്യാനുള്ള വർക്കിൻ്റെ കൂടെ കൊടുക്കാനുള്ളത് തന്നെയാണ്. ടോൾ കേക്കിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കേക്ക് എന്തായാലും ഒരു സ്പഞ്ചിനും കൂട്ടിണ്ടാക്കാറുണ്ട്. അത് അന്ന് തന്നെ ഫ്രിഡ്ജിൽ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. ഗ്യാപ്പില്ലാതെ റാപ്പ് ചെയ്യണം. ഫ്രിഡ്ജിൻ്റെ തണുപ്പ് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പഞ്ച് ഹാർഡായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്തിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ സ്പഞ്ചസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ കേക്കുകളും മോൾഡിൽ നിന്ന് മാറ്റിയതിൻ്റെ ശേഷം ലെയർ ചെയ്തിട്ട് ഐസിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ സ്ട്രോബെറി കേക്കാണ് ചെയ്യണത്. അത് നമ്മൾ ആ ഒരു റീല് ഷോർട്സിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പെല്ലാം ആ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഷൂട്ടിങ് ചെയ്യാറുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ മുന്നേ ഷൂട്ടിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ സ്പഞ്ചിനെ വെറ്റ് ചെയ്തു. അതിൻ്റെ ശേഷം ഉള്ളിൽ ക്രീം അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം ഉള്ളിൽ ഫില്ലിങ് കൊടുത്തു. ഇതിനകത്ത് നമ്മളിപ്പോൾ നോർമൽ വിപ്പിംഗ് ക്രീമിൻ്റെ ഐസിങ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ബട്ടർ ഐസിങ് അല്ലാന്നുണ്ടെങ്കിൽ ക്രീം ചീസ് ഐസിങ് ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ക്രീം ചീസൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ഒരു പുളിപ്പും എല്ലാം കൂടി വരുമ്പം ഈ ഒരു സ്ട്രോബെറി ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളതിനെല്ലാം ക്രീം ചീസ് ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ, അതുപോലെ കാണാൻ ക്യൂട്ടായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ നൈഫ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം കൊടുക്കാനുള്ള വർക്കാണ് കേട്ടോ. ഇതൊരു 2 kgയിലുള്ള റൗണ്ട് ഷേപ്പിൽ 2 kg ഫ്ലാറ്റ് ആയിട്ടുള്ള നോർമൽ ഹൈറ്റിലുള്ള ഒരു കേക്കാണ്. ഇതിന് ഒരു കാർ തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 3 കേക്കിൻ്റെയും ആ ടോപ്പിലുള്ള കേക്ക് ബട്ടർ സ്കോച്ച് കേക്ക് 2 kg കുറച്ചൊരു ഹൈറ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഉള്ളതായിരുന്നു. ഇതാണ് കേട്ടോ അതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. സിമ്പിൾ നൈഫ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസത്തിനുള്ള ഈ ഒരു കേക്ക് ഉണ്ട്. ഇത് കാർ ഡിസൈനാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ച് ഫോട്ടോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 3 കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാക്ക് ചെയ്തിട്ട് 2 എണ്ണം ഡെലിവറിക്ക് അയക്കും. മറ്റേ കാർ തീമിലുള്ളത് പിറ്റേ ദിവസം മോർണിംഗിൽ ഡെലിവറി. പിന്നെ അതാ ഈ ടോൾ കേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് വർക്ക് വരും, ഓർഡർ വരുന്ന സമയത്ത്. നോർമൽ കേക്ക് ബ്ലാക്ക് വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടെൻഷനില്ല. ഫില്ലിങ് വരുന്ന ടൈപ്പൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ടെൻഷനാണ്, സെറ്റ് ആവാത്ത വിഷയം വരുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഹൈറ്റിൽ നമ്മളങ്ങനെ അവരോട് പറയാറില്ല, നോർമൽ ഹൈറ്റിൽ ചെയ്തു തരാമെന്നാണ് പറയാറുള്ളത്. പിന്നെ മോർണിംഗിൽ നമുക്ക് ആ ഒരു കാർ കേക്ക് കൊടുക്കാണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം പിറ്റേ ദിവസവും കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡറുകളുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ടൻ വർക്കൊക്കെ ആഡ് ആയിട്ടുള്ള ഓർഡറാണ്. അപ്പോൾ അതിൻ്റെ സ്പഞ്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇതിനിടയ്ക്ക് കിച്ചണത്തെ ജോലി കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാം ചിലപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ സ്പഞ്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പഞ്ച് റെഡിയായി, പിന്നെ ഐസിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം മോർണിംഗിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വർക്ക് കാണിച്ചു തരുന്നത്. അതിനിടയ്ക്ക് ഫോണ്ടൻ വർക്കൊക്കെ നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വൈറ്റും ബ്ലൂവും തീമിലാണ് കേട്ടോ ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ കൂടെ വേറൊരു കേക്ക് കൂടി ആ സെയിം കസ്റ്റമറിന് തന്നെ ഉണ്ട്. അപ്പോൾ ടോൾ കേക്കാണ് വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് എന്താ പറയുക, താഴെ ഭാഗത്തായിട്ട് ബ്ലൂ കൊടുത്തു. പിന്നെ അതിന് സ്ക്രാപ്പർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഫോണ്ടൻ്റ് വർക്കും കൂടി ഉണ്ട്. ഇത്രയും വർക്കാണ് ഞാൻ നൈറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫോണ്ടൻ കാറുകളും അതുപോലെ ക്ലൗഡ് സ്റ്റാർസൊക്കെയാണ് കേട്ടോ. അപ്പോൾ 2 കേക്കിലേക്കുള്ള ഫോണ്ടൻ വർക്കാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ടും സെയിം കസ്റ്റമറിന് തന്നെയാണ്, വൈറ്റും ബ്ലൂവും ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ മോർണിംഗിലാണ് നമുക്ക് ഡെലിവറിൻ്റെ കുറച്ച് മുന്നായിട്ട് ഫോൺ വർക്കൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുക്കിങ്ങും നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളും കൂടി ഞാനിതിൽ കാണിച്ചു തരാം. സൈഡിലായിട്ട് കുക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോർണിംഗിൽ മക്കൾ പോണ തിരക്കും എല്ലാം ആണ്. പിന്നെ രാവിലത്തെ ഡെലിവറി ആകുമ്പോൾ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ നമ്മൾ ഫ്രീ ആണ്. അത് ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ആകുമ്പോൾ നമുക്കെന്താ ഫ്രീ ആവാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ 2 കേക്കും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു കേക്കിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് അടുത്തത് കാറാണ് കേട്ടോ. അത് ഫുൾ ഫോണ്ടൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇത് ടോയ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി റേറ്റ് കുറയും. അത് ടോയ് റേറ്റ് കുറഞ്ഞ ടോയ് ആണെങ്കിൽ, അതല്ല ഇങ്ങനെ കട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കൂടുന്നു ഫോണ്ടൻ്റ് വർക്കിനായിട്ട്. പിന്നെ ഇതും ഫോക്സ് ബോളും അതുപോലെ ആ ഒരു ബലൂൺ തീമിലായിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. ഇത് 1 kg റെഡ് വെൽവെറ്റ് കേക്കും പിന്നെ മറ്റേത് 2 kg വാഞ്ചോ കേക്കുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഡെക്കറേഷൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില കസ്റ്റമേഴ്സിൽ ഇതുപോലെ ഫോട്ടോ പ്രിൻ്റാണ് സെലക്ട് ചെയ്യാറുള്ളത്. റേറ്റ് കൂടുന്നതുകൊണ്ട് കേട്ടോ. ഫോണ്ടൻ വർക്കുള്ള ഭാഗത്ത് ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കാൻ പറയും. അത് മറ്റേ ലേസർ പ്രിൻ്റ് ഇല്ലേ, അതാണ് വെച്ച് കൊടുക്കാൻ പറയാറുള്ളത്. ചിലർ കസ്റ്റമൈസ്ഡ് ആയിട്ട് പറഞ്ഞു തരും. ചിലത് നമ്മൾ എപ്പോഴും കിട്ടണ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. ഇപ്പോൾ കേക്ക് ഷോപ്പിലൊക്കെ നമുക്ക് അങ്ങനത്തെ ഫോട്ടോസ് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ആകുമ്പോൾ പിന്നെ റിസ്ക് ഇല്ല. അതെല്ലാം കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അത് ഫോട്ടോ സെലക്ട് ചെയ്യണം, കൊണ്ടുപോയിട്ട് അവർക്കായി എഡിറ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലവരത് നല്ല ഈസി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അവർ തന്നെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ തരാറുണ്ട്. അപ്പോൾ 2 ഡെക്കറേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് കൂടി കൊടുക്കാനുണ്ട്. ഇത് വന്നിട്ടുള്ളത് എന്താ പറയുക, ഫെറാറോ കേക്കാണ് കേട്ടോ. ഉള്ളിൽ ഫില്ലിങ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ, നൈഫ് ഡിസൈൻ ടോപ്പിൽ കൊടുക്കുക, കുറച്ച് ഫ്ലവേഴ്സും. ഇത് ഒരു ആനിവേഴ്സറി തീമിലാണ് വന്നിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുള്ള കേക്കിനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ മോൾഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടാറില്ല കേട്ടോ. ഇതുപോലെ റൗണ്ട് ഷേപ്പിന് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ ഹാർട്ടിൻ്റെ ആ ഒരു ഇത് കിട്ടാറുള്ളത്. ഇപ്പോൾ അതാ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മോർണിംഗിലാണ് ഡെലിവറി, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ജോലിയെല്ലാം തീരും. അപ്പോൾ ഫോട്ടോ എടുക്കുക, എന്നിട്ട് പാക്ക് ചെയ്തിട്ട് വെക്കും. അവർ പറഞ്ഞ ഒരു ടൈം ഉണ്ടാവില്ല, ആ ടൈമിന് ഡെലിവറി ചെയ്യും. അപ്പോൾ പാക്കിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അതിമൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പാക്കിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ 3 കേക്കും ഞാനിപ്പോൾ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോൾ കേക്കും അതുപോലെ
എന്താ പറയുക നോർമലായിട്ടുള്ള 2 കേക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. ഈ 3 കേക്കുകളും ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ വർക്കുകൾ കഴിഞ്ഞു. പിന്നെ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ നമുക്ക് റെസ്റ്റ് എടുക്കാം, അതുപോലെ മക്കളെ കൂടെ നിൽക്കാം, മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കും പിറ്റേ ദിവസത്തിന് ചെയ്യാനുള്ള. നൈറ്റിൽ അങ്ങനെ കഴിയണതും നൈറ്റിൽ വർക്ക് ചെയ്യണത് ഒഴിവാക്കാറാണ് കേട്ടോ. അത് നമ്മൾ ഫാമിലി ടൈമായിട്ട് കാണും. ചിലവരൊക്കെ എന്നോട് ചോദിക്കാറുള്ളതാണ് ഫ്രീ ടൈം കിട്ടുമോ, വീട്ടിലത്തെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ഓരോ ടൈമിങ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഇത് ഒരു ഭാരമുള്ള ജോലിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴും ഭാരം. ഒരു വർക്ക് വരുമ്പോൾ എനിക്കൊരു വർക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഒരു ടയേർഡായിട്ട് പോകും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ദിവസം വേണമായിരുന്നു ഒരു കേക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ തുടങ്ങും. പക്ഷേ ഇപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കേക്ക് ചെയ്തെടുക്കാനുള്ള കോൺഫിഡൻസ് വന്നു. അത് ചെയ്ത് ആകുമ്പോൾ നമുക്ക് അത്രയും സ്പീഡായി വരുമല്ലോ. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിന് ടൈമിങ്ങും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇത് പറയാൻ കാരണം ഞാൻ ഇൻസ്റ്റയിൽ Q&A ഇട്ട സമയത്ത് ഒരാളിനോട് ചോദിച്ചാട്ടോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ടൈം കിട്ടാറുണ്ടോ, ഫ്രീ ടൈം ഉണ്ടോ എന്നുള്ളത്. ഞാൻ എൻ്റെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഫ്രീ ടൈമും എല്ലാം നമ്മൾ കണ്ടെത്തുന്നതല്ലേ, നമ്മൾ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഒരു ടൈം ടേബിൾ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വലിയ വർക്ക് വന്നാലും നമുക്ക് അതിലൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം സിമ്പിളായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടെ. പുതിയ അപ്ഡേഷൻസൊക്കെ ഇൻസ്റ്റയിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലായിട്ടും നമുക്ക് കാണാം. താങ്ക്